ഇന്നലത്തെ നമ്മളെ ലീവൊക്കെ കഴിഞ്ഞു നല്ല ഉസാറായിട്ട് നമ്മളെ ഷോപ്പിലേക്ക് കയറിയ പാടെ നമ്മളെ സെക്ഷനിൽ കണ്ടത് ഇതുപോലത്തെ കുറെ കവറും കെട്ടുകളാണ്. ഇതൊക്കെ നമ്മളെ ഷെൽഫിലേക്കുള്ള സാധനങ്ങളുമാണ്. പക്ഷെ നമ്മൾ മെഞ്ഞാന്ന് രാത്രി വന്ന് പോകുമ്പോ ഇതുപോലത്തെ സ്ഥലം ഇവിടെ അല്ലേ, അതാക്കി വെച്ച് നമ്മളെ അജ്മൽ കാറ്റാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്കോനോ പറയാനുള്ളത്, എനിക്ക് ഈ ചെരുപ്പും കൂടി ഒന്ന് കയറ്റി ചൂടേനടാ. അതുകൂടി ചെയ്തതിന്റെ വലിയ ഉപകാരം. പിന്നെ നമ്മളെന്നെ ആട്ട് ഇറങ്ങി ആദ്യം തന്നെ അതിന് ഇടാനുള്ള കിണികിണിയായിട്ട് വന്ന് നമ്മളെ അലാറം, പിന്നെ ആ കവറും പൊട്ടിച്ച് നമ്മളെ സാധനങ്ങളൊക്കെ ആട്ട് പുറത്തേക്ക് അതിന്റെ മുകളിൽ നമ്മളെ കിണികിണി ആട്ടിട്ടു. ഈ സംഭവം നിങ്ങൾക്ക് കാണുമ്പോ ചെറിയ പരിപാടിയായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇതിന്റെ മുകളിൽ നമ്മള് കുറെ നേരം മെനക്കെട്ട് നമ്മളെ മെനക്കേടും കഴിഞ്ഞ് നമ്മളെ കാലായി കിടന്ന സ്ഥലത്ത് അതൊക്കെ അങ്ങോട്ട് കയറ്റി കൊടുക്കും. അത് കയറ്റി കഴിഞ്ഞിട്ട് നമ്മളെ ഡ്രസ്സിന്റെ സ്ഥലത്ത് കുറച്ച് അലമ്പായി കിടക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കൂടി ഒന്ന് മടക്കി വെച്ചാൽ ഞാനിവിടെ പണിയെടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ട് ഇവിടെ. ഓൽക്കുള്ളതാണ് ഈ വീഡിയോ. നമ്മള് പണിയെടുക്കുന്നൊന്നും വലിയ കാണൂല, അതുകൊണ്ടാ. പിന്നെ കുറെ മടിക്കച്ചതിന്റെ ശേഷം നമ്മള് റെസ്റ്റ് എടുക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചൊന്ന് സൈഡിൽ വെച്ച്, അതാണെങ്കിലോ മറിഞ്ഞാട്ട് വീണ്. ഞാൻ വിചാരിച്ച ഫോണിന്റെ ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോയിക്കണ്. പക്ഷെ ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല. പിന്നെ അതും നോക്കി നിൽക്കുമ്പോഴാണ് നമ്മൾ അജ്മൽക്കാർ ഡ്യൂട്ടിക്ക് കയറി വന്നു. പിന്നെ ഓനെ ആടെ നിർത്തി നമ്മൾ ചോറയ്ക്കാനാട്ട് ഇറങ്ങി. പിന്നെ ഇതിന്റെ അടുക്ക് നമ്മൾ കാണാണ്ട് പോയ സാധനം എന്ന് പറഞ്ഞാൽ ഇതാ. ഇന്നലത്തേനെക്കാട്ടി നല്ല എമ്പിന്റെ മഴയിലൊന്നും. പക്ഷെ ഇതൊക്കെ നമ്മൾ ഇപ്പളാ കാണുന്നത്. നമ്മള് പണിയിൽ മുഴുകിക്കണതിനെ കൊണ്ട് നമ്മളിതൊന്നും അറിഞ്ഞില്ല. പിന്നെ ആ മഴ ചോർന്നിട്ട് നമ്മൾ മെല്ലാട്ട് ഇറങ്ങിയ പാടാണെങ്കിലോ ഒരു കാറ് നേരെ വന്നിട്ടുള്ള വെള്ളം മൊത്തം കണ്ട് തെറിപ്പിച്ച നമ്മളെ ഷൂ മൊത്തം വെള്ളത്തിലായി. അതും കൊണ്ട് റൂമിലേക്ക് ഓടി. നമ്മളിപ്പോ ഷൂ മാറ്റിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമ്മള് ഷൂ അയച്ചിട്ട് നമ്മളെ ചെരുപ്പ് ഇട്ടാട്ട് ഇറങ്ങി. പിന്നെ മെസ്സിലേക്ക് ഒരു ഓട്ടോ ഓടിയതാ. ഇതൊക്കെ കണ്ടിട്ട് പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനും തോന്നില്ല. ഇവിടെ ഉള്ളവർ ഈ വെള്ളത്തിനെ പറ്റിയിട്ട് നല്ല വർണ്ണനയാണ്. പിന്നെ എങ്ങനൊക്കെ ഒരു അറപ്പില് ആ വെള്ളത്തിൽ ഇറങ്ങിയാട്ട് നടന്നു. നമ്മളെ മെസ്സിലേക്ക് എത്താൻ വേറൊരു വഴിയുമില്ലേ. അതാ നിങ്ങളിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്ന ഒരു കുളല്ല, ഒരു റോഡാണ്. ഒരു ചെറിയ മഴ പെയ്തതിന്റെ ഒരു അടയാളാണ്. പിന്നെ ആലോചിക്കുക നമ്മളെ നാട്ടിലത്തെ മഴയൊക്കെ ഇവിടെ പെയ്തിട്ടുണ്ട്. എന്തായിക്കല്ലോ അവസ്ഥ. പിന്നെ നമ്മളെ മെസ്സത്തെ ചോറും കഴിച്ചു നമ്മള് റൂമിൽ കയറി കുറച്ചേരം കുത്തിരുന്നു. നമ്മളെ റെസ്റ്റ് ആട്ട് തീർത്ത് പിന്നെ നമ്മളെ ഷോപ്പിലേക്ക് ആട്ട് നമ്മള് കേറിയ പാടിനെ കണ്ട പണി എന്താന്ന് വെച്ചാ നമ്മളെ ഷോപ്പിന്റെ മുകളിൽ നോമ്പിന്റെ അന്ന് കുറച്ച് സംഭവങ്ങൾ കെട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അയച്ചു മാറ്റണം. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിരിക്കണം. അതിപ്പോഴും അതിന്റെ മുകളിൽ തന്നെ. പിന്നെ അതിന് ഓരോന്നോരോന്നായിട്ട് മുറിച്ചാട്ടെടുത്ത് അതിനെല്ലാം കൂടി ഒരു മൂലക്കല്ലേ കാട്ടുകൊണ്ട് മായ അതിനെ കൊണ്ട് ഒരു മനസ്സക്കുട്ടീനെ പിന്നെ കണ്ടില്ല. എല്ലാരും റൂം കുത്തിരിക്കാണെന്നാ തോന്നുന്നു. പിന്നെ നമ്മളെങ്ങനൊക്കെ ഒന്ന് രാത്രിയാക്കി എടുത്ത് നമ്മളെ ഡ്യൂട്ടിയും കഴിച്ചാട്ട ഇറങ്ങി. അതും നേരെ മെസ്സിലേക്ക്. ആർന്ന് പിന്നെ വേഗം ഫുഡും കഴിച്ച് നമ്മളെ റൂമിലേക്ക് തന്നെ ആട്ടെത്തി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ശിബുദിനും ആട്ട് കഴിഞ്ഞിക്കണം. ഇനി നമുക്കൊന്ന് കുളിച്ച് കിടന്നാൽ അതുമായി. അപ്പൊ സെറിന.